മിയേ ഇത് ചെല്ലാഞ്ഞിട്ടാ തോന്നുന്നുണ്ട്. മിക്കു തലണൊക്കെ എടുത്തിട്ടുണ്ട്. വരുന്നുണ്ട്. എന്തേ എന്താ മീ എന്തിപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കി ആമിക്കുട്ടിയെ? എന്തേ എന്താ ഇത് പയ്യെന്ന് പറഞ്ഞ് കാലം എവിടെയും തട്ടാനില്ലോ, സോഫയിലും അല്ലേ. മിക്കുന് ദേഷ്യം വന്നിട്ടേ മിക്കു കാട്ടണ പണിയത് തലണയൊക്കെ എടുത്തിട്ട് താഴെ എടുത്തിട്ട് ഒന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. മിക്കുനിപ്പോൾ കിട്ടിൻ്റെ അടി. അവർ രണ്ടുപേരും പിന്നെ മിക്കു ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് യാമി ഇങ്ങനെ ഇതാക്കിയിരിക്കുകയാണ്. അവനെന്താ മനസ്സിൽ കണ്ടിരണാവോ തലനെടുത്തിട്ട് ഇതാക്കലും എന്നെ ദേഷ്യം പിടിപ്പിക്കുക. എൻ്റെ അടുത്തല്ലേ അവൻ്റെ ദേഷ്യം കൂറുമ്പോഴൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ചിക്കൻ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അവരുടെ ഒരു ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ റെഡിയാക്കട്ടെ. ഇതാദ്യം ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടേ ഒന്ന് വേവിക്കണം. എന്നിട്ട് അത് മസാലയൊന്നും ഇടണില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആവും. ഇതാണ് കുക്കറിലാണ് വെച്ചത്. ഇതായിട്ടുണ്ട്. കഷ്ണമായൊന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് അവർക്ക് ചോറിലേക്ക് കൊടുത്തേക്കണം. ഇതിപ്പോൾ അവർ രണ്ടാളും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോൾ എല്ലാവരും അടുക്കളയിൽ വന്നിരിക്കും. അറിയാതെ ഉണ്ടാക്കുകയാണ്. അതായത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കാണിച്ചു തരണ്ട് ഞാൻ. നല്ല ഇഷ്ടം അങ്ങനത്തതൊക്കെ. എന്നും ഈ മഞ്ഞൾപ്പൊടി ഉപ്പിടാതെ ഇങ്ങനെ വേവിച്ച് കൊടുക്കുകയല്ലേ. അപ്പോൾ അവർക്കതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അവരൊരു സമയം പോക്ക് ഇപ്പോൾ മഴയല്ലേ, അവിടെ ഇവിടെയും കിടക്കുകയാണ്, പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങണില്ല. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ മതി, കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചതുണ്ട്. അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മിക്കുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണേ. അപ്പോൾ അവരുടെ പ്രതികരണം കാണാം നമുക്ക്. ഇതുണ്ടോ സാധനം ഉണ്ടേ, റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കനാണ്. ചിക്കൻ അവളെ വെറുതെ വാശി പിടിച്ചിട്ടിരിക്കുകയല്ലേ. കണ്ടോ ആമിത അവൾക്ക് മണം കിട്ടിയിരുന്നു, അവൾ നീക്കുന്നുണ്ട്. മിക്കുപ്പോൾ വരും. ഇത് എനിക്ക് ഉള്ളതാണല്ലോ ആമിക്കുട്ടിയെ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ഇരുന്ന് തിന്നുന്നതാണ്, ആർക്കും കൊടുക്കില്ല. ഇവിടെ ആരും വരണ്ട. ദേഷ്യമുള്ളവരൊക്കെ എവിടെയെങ്കിലും പോയിരിക്കണോ. ഇത് ഞാൻ ആർക്കും തരില്ലേ. എന്താണൊരു പൊരിച്ച കോഴീൻ്റെ മണം, എന്താണ് ഒരു പൊരിച്ച കോഴീൻ്റെയൊക്കെ മണം. എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ, എവിടുന്നാ വരുന്നത്? ആമിക്കുട്ടിയെ എന്താ അത്? ആർക്കത് വേണ്ടേ? ഇതാർക്കാ വേണ്ടേ? അമ്മ കഴിക്കട്ടെ, ചൂടുണ്ട്. ഐശ് എന്താപ്പത്? വിക്കുട്ടിയെ ആമിക്കുട്ടി ഇതാ ഇത് തിന്നോളൂ. ഇതാ ഇത് തിന്നോളൂ പറഞ്ഞേ. വിക്കുട്ട തിന്നോളൂ ചെയ്യേ. തിന്നേ എടുത്ത് തിന്നടാ. വിക്കുട്ടി എങ്ങടാ? കുട്ടിയാനെ ആനക്കുട്ടിയാണത്. ഇത് ഇവിടുത്തെ ആനക്കുട്ടി. ഓന് കുത്തുക വന്നിട്ട്. ഇതൊക്കെ മുമ്പിൽ വെച്ചാലോ ഈ ഒരു പരാക്രമം എന്തിനാണെന്നറിയോ? ആമി ഇപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ആമി അത് ചൂടുണ്ട് വേണേ. അയ്യോ ഞാൻ നീക്കുക ഇവിടുന്ന്. ആമിക്കുട്ടിയെ എന്താ അത് നോക്കട്ടെ, കാണാല്ലേ എൻ്റെ മോങ്കൈ. മിക്കുട്ടി വേണ്ടേ? കൊണിഞ്ഞിട്ട് പിന്നാലെ അടക്കം തുടങ്ങി. ഞാൻ വായ കൊടുക്കണ്ടേ, അല്ലാതെ ഇപ്പോൾ ഇവരൊന്നും കഴിക്കില്ലല്ലോ. അയ്യോ ഇതാർക്കാ വേണ്ടേ? അയ്യോ ചൂടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റേ മുട്ടിരിക്കും പെണ്ണേ, ഇട്ടിരിക്കും. അവിടെ നിങ്ങൾ കഴിഞ്ഞേ അവർക്ക് ആദ്യം കൊടുത്തണം. എന്നവർക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടേ ഈ മിക്കുട്ടൻ എന്നെ വല്ലാതെ വികൃതി കാട്ടുക. അപ്പോൾ ഞാനേ അവരുടെ ഒരു
അപ്പോൾ ബ്രോസ്റ്റ് ഇതൊന്നും വാങ്ങിയാലൊന്നും മുതലാവില്ല. ഇതാ മിക്കുട്ട എന്താ തീറ്റ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നിട്ട് തരാം. നിൽക്കും. അയ്യോ അമ്മയുടെ പേര് കൂടെ പോകണമായിരുന്നു അമ്മ. എന്താ 2 സൈഡിൽ 2 ആൾ ഇരുന്നിട്ടേ. ഇങ്ങോട്ട് ഇരിക്കേ, അടുത്തേക്ക് ഇരിക്കേ, ഇങ്ങോട്ട് വാ. എന്നാ ഇങ്ങോട്ട് വാ. അപ്പോൾ പിന്നെ ഇരുന്നോടത്തിന്ന് അനങ്ങില്ലല്ലോ. ചൂടുണ്ട് മക്കളെ, ഇത് ഭയങ്കര ചൂടാണേ. ഞാൻ ഇപ്പോൾ അടുപ്പത്തുനിന്ന് കൊണ്ടുവന്നതല്ലേ. ഒരു പൊട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട്. നിൽക്കുമോ? ഒരു പൊട്ട് അമ്മ കഴിക്കട്ടാ. നീ മാമുണ്ടേ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ. ഇത് കഴിഞ്ഞിട്ട് എല്ലുണ്ട്, ചൂടുണ്ട്. ഒക്കെ വിൽക്കുമോ? എല്ലാം ഒന്നും തിന്നാൻ പറ്റില്ല. നെല്ല് കഴിക്കുങ്ങളേ. കുട്ടിയെ എന്താപ്പത്? ഇത് ലാസ്റ്റാട്ടോ. ചോറ് തരാണ്ട് ഞാൻ അവിടെ കുറച്ച് വെച്ചിട്ട്. കഴിഞ്ഞു. ഞാൻ ചോറ് എടുത്ത് വരട്ടെ കേട്ടോ.